നമസ്കാരം. കമ്പനി ആക്ട് പ്രകാരം വാർഷിക റിട്ടേൺ യഥാസമയം സമർപ്പിക്കാത്തതിൻ്റെ പേരിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി അടക്കം ഡയറക്ടർ ബോർഡ് ഒന്നടങ്കം അയോഗ്യത കൽപ്പിക്കുമ്പോൾ വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിൻ്റെ വിജയമാണ്. SNDP യോഗം സംരക്ഷണ സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് ചന്ദ്രസേനനും അന്തരിച്ച പ്രൊഫസർ MK സാനുമാഷും ചേർന്ന് 2020 തുടങ്ങിയ നിയമ പോരാട്ടമാണ് ഇപ്പോൾ ലക്ഷ്യം കണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യപ്പെട്ടത് വെള്ളാപ്പള്ളിയെ ഒട്ടൊന്നുമല്ല ബാധിക്കാൻ പോകുന്നത്. സമുദായത്തിൻ്റെ പേരിൽ വായി തോന്നുന്നത് എന്തും വിളിച്ചു പറഞ്ഞ് സമുദായത്തിൻ്റെ മൊത്തം അഭിപ്രായമാണെന്ന് വരുത്തി തീർക്കുന്ന വിധമായിരുന്നു വെള്ളാപ്പള്ളി ഇത്ര നാളും പ്രവർത്തിച്ചിരുന്നത്. സമീപകാലത്ത് അദ്ദേഹം നടത്തിയ പ്രസ്താവനകളെല്ലാം തന്നെ കേരള സമൂഹത്തിൽ വലിയ വിവാദങ്ങൾക്കിടയായി. നാവിന് യാതൊരു ലൈസൻസുമില്ലാതെ വർഗീയ പരാമർശം മാത്രം നടത്തി മുന്നോട്ട് പോരുന്ന ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് എന്നും തുണ പിണറായി വിജയനായിരുന്നു. പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വാഹനത്തിൽ യോഗസ്ഥലത്ത് വന്നിറങ്ങിയത് വലിയ വിവാദമായിരുന്നു. അതിന് പിന്നാലെ അദ്ദേഹം നടത്തിയ വർഗീയ പരാമർശങ്ങളൊക്കെയും സർക്കാരിനെയും CPMനെയും പ്രതിക്കൂട്ടിലാക്കി. ഈ അടുത്ത സമയം വരെ പിണറായി വിജയന് വേണ്ടി വാതോരാതെ സംസാരിച്ചിരുന്ന വെള്ളാപ്പള്ളി നടേശൻ വരുന്ന തെരഞ്ഞെടുപ്പിലും CPMന് വേണ്ടി നാവു ചലിപ്പിക്കാനിരിക്കെയാണ് അപ്രതീക്ഷിതമായി ഹൈക്കോടതി വിധി വന്നിരിക്കുന്നത്. 2020 തന്നെ വെള്ളാപ്പള്ളി നടേശൻ അയോഗ്യനാകേണ്ടതായിരുന്നു. അഡ്വക്കേറ്റ് S ചന്ദ്രസേനനും പ്രൊഫസർ MK സാനുമാഷും നൽകിയ ഹർജിയിൽ രജിസ്ട്രേഷൻ IG തീരുമാനമെടുക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പിണറായി വിജയൻ സർക്കാർ രജിസ്ട്രേഷൻ IG സ്വാധീനിച്ച് ജനറൽ സെക്രട്ടറിക്കെതിരെയുള്ള നടപടി മരവിപ്പിക്കുകയാണ് ഉണ്ടായത്. ഇതേ തുടർന്നാണ് 2024 വീണ്ടും അഡ്വക്കേറ്റ് S ചന്ദ്രസേനൻ അടക്കം ഹൈക്കോടതിയെ സമീപിച്ചത്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ വിധിയോടെ വെള്ളാപ്പള്ളി നടേശനും 170 ഡയറക്ടർ ബോർഡ് അംഗങ്ങളുമാണ് അയോഗ്യരായിരിക്കുന്നത്. ഇനി സർക്കാർ മുൻകൈയെടുത്ത് താൽക്കാലിക ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ നിയോഗിക്കാനും ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ അയോഗ്യരാക്കപ്പെട്ടവരിൽ ഒരാൾക്ക് പോലും വീണ്ടും ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ വന്നു കയറാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതിനകത്തെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പുതിയ ഡയറക്ടർ ബോർഡ് അംഗങ്ങളെ നിയോഗിച്ച് പുതിയ താൽക്കാലിക ജനറൽ സെക്രട്ടറിയെയും ഭരണസമിതിയെയും തെരഞ്ഞെടുത്ത് വേണം അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടാൻ. ഇതിൽ തന്നെ വേറെ ശ്രദ്ധേയമായ ഒരു കാര്യം, SNDP യോഗത്തിൻ്റെ ഒരു പ്രമേയം വഴി രൂപം കൊണ്ടതാണ് SN ട്രസ്റ്റ്. SN ട്രസ്റ്റിൻ്റെ ചെയർമാൻ വെള്ളാപ്പള്ളി നടേശനാണ്. യോഗം ജനറൽ സെക്രട്ടറി എന്ന നിലയിലാണ് അദ്ദേഹം ആ സ്ഥാനത്ത് തുടർന്നിരുന്നത്. പുതുതായി ചുമതലയേൽക്കുന്ന താൽക്കാലിക ഡയറക്ടർ ബോർഡിന് വേണമെങ്കിൽ ഒരു പ്രമേയത്തിലൂടെ ഇദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് നീക്കി പുതിയ ചെയർമാനെ നിയോഗിക്കാനും സാധിക്കും. വർഷങ്ങൾ നീണ്ട പോരാട്ടത്തിൽ SNDP യോഗത്തിൻ്റെ രൂപീകരണ ചരിത്രം മുതൽ കോടതിയിൽ പരാമർശ വിഷയമായിരുന്നു. കേരള കമ്പനീസ് ആക്ട് പ്രകാരം SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന വെള്ളാപ്പള്ളി നടേശനെയും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെയും അയോഗ്യരാക്കുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ തനിക്ക് അധികാരമില്ലെന്നായിരുന്നു രജിസ്ട്രേഷൻ IG കോടതിയെ അറിയിച്ചിരുന്നത്. തർക്കം സംബന്ധിച്ച് സിവിൽ കോടതി തീരുമാനിക്കട്ടെ എന്നാണ് 2022 രജിസ്ട്രേഷൻ IG കോടതിയിൽ പറഞ്ഞിരുന്നത്. ഇത് സർക്കാരിൻ്റെ വ്യക്തമായ അറിവോടുകൂടിയായിരുന്നു. സത്യത്തിൽ SNDP യോഗം സംബന്ധിച്ച നിലവിലുള്ള സകല രേഖകളുടെയും കസ്റ്റോഡിയൻ രജിസ്ട്രേഷൻ IG ആണ്. ആ രീതിയിലാണ് SNDP യോഗം രൂപീകരിച്ചിട്ടുള്ളത്. SNDP യോഗം ജനറൽ സെക്രട്ടറിക്കെതിരെ നടപടിയെടുക്കാൻ തനിക്ക് അധികാരമില്ലെന്നും സിവിൽ കോടതിയെ സമീപിക്കണമെന്നും പറഞ്ഞ രജിസ്ട്രേഷൻ IGക്കെതിരെ കോടതിയലക്ഷ്യത്തിന് പ്രൊഫസർ MK സാനു കേസ് ഫയൽ ചെയ്യുകയും ചെയ്തിരുന്നതാണ്. ഇതിനൊന്നും ഒരു തീരുമാനവും ഉണ്ടാകാതെ വന്നപ്പോഴാണ് ഈ കഴിഞ്ഞ 2 വർഷം മുമ്പ് വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കുകയും ഇന്നിപ്പോൾ വെള്ളാപ്പള്ളി നടേശനെയും കൂട്ടരെയും നീക്കം ചെയ്തുകൊണ്ട് വിധി വരികയും ചെയ്തിട്ടുള്ളത്. നിയമപ്രകാരം നീങ്ങിയാൽ വെള്ളാപ്പള്ളിക്കും സംഘത്തിനും അയോഗ്യത ഉറപ്പായ ഘട്ടത്തിലാണ് സംസ്ഥാന സർക്കാർ രക്ഷയ്ക്കെത്തി രജിസ്ട്രേഷൻ IGയെ കൊണ്ട് എങ്ങും തൊടാത്ത ഒരു ഉത്തരവ് ഇറക്കിയിരുന്നത്. 2022 ജനുവരി 30-നകം അന്തിമ തീരുമാനമെടുക്കാനാണ് രജിസ്ട്രേഷൻ IGയെ ഹൈക്കോടതി ചുമതലപ്പെടുത്തിയത്. ഈ കേസ് സിവിൽ കോടതിയാണ് പരിഗണിക്കേണ്ടതെന്ന വെള്ളാപ്പള്ളിയുടെ വാദമുഖത്തിനെതിരായിട്ടാണ് ഹൈക്കോടതി ഉത്തരവ് വന്നത്. അന്തിമ തീരുമാനം എടുക്കാനുള്ള ചുമതല രജിസ്ട്രേഷൻ IGക്ക് നൽകുകയാണ് ഹൈക്കോടതി ചെയ്തത്. ആ ചുമതലയിൽ നിന്നുമാണ് രജിസ്ട്രേഷൻ IG ഒഴിഞ്ഞുമാറിയത്. SNDP യോഗത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ സമുദായ സംഘടന എന്ന പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു കമ്പനിയാണ് ഇതെന്ന് കാണാൻ സാധിക്കും. അരുവിപ്പുറം ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം 1903 ഇന്ത്യൻ കമ്പനീസ് ആക്ട് 1882 വിധേയമായി രജിസ്ട്രേഷൻ നമ്പർ 2/1078 പേരിൽ രജിസ്റ്റർ ചെയ്തതാണ്. അരുവിപ്പുറം ശിവക്ഷേത്രമായിരുന്നു രജിസ്റ്റേർഡ് ഓഫീസ്. കാലക്രമത്തിൽ അരുവിപ്പുറം എന്ന വാക്ക് പേരിൻ്റെ തുടക്കത്തിൽ നിന്ന് നീക്കി SNDP യോഗം എന്ന അവരവർ തോന്നുന്ന രീതിയിൽ പ്രയോഗിക്കുകയാണ് ഉണ്ടായത്. കേരള നോൺ ട്രേഡിംഗ് കമ്പനീസ് ആക്ട് 1961, കമ്പനീസ് ആക്ട് 2013 എന്നിവയും കേരള നോൺ ട്രേഡിംഗ് കമ്പനീസ് ആക്ട് 1961 സെക്ഷൻ 3 പ്രകാരവുമാണ് ഈ കമ്പനി, അതായത് SNDP യോഗം ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. കേരള നോൺ ട്രേഡിംഗ് കമ്പനീസ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്നതിനാലും
രജിസ്ട്രേഷൻ ഐ ജി നിയന്ത്രണ അധികാരിയായതിനാലും കമ്പനിയുടെ സകല രേഖകളും രജിസ്ട്രേഷൻ ഐ ജിയുടെ ഓഫീസിലാണ് സൂക്ഷിക്കേണ്ടതെന്നും അതിനാൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് സൂക്ഷിച്ചിരുന്ന രേഖകൾ കൂടി രജിസ്ട്രേഷൻ ഐ ജിക്ക് കൈമാറണമെന്നും കമ്പനി ജനറൽ സെക്രട്ടറിയായ വെള്ളാപ്പള്ളി നടേശൻ ആവശ്യം ഉന്നയിച്ചിരുന്നു. അങ്ങനെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന മുഴുവൻ രേഖകളും 2009 ജനുവരി 16 രജിസ്ട്രേഷൻ ഐ ജിക്ക് കൈമാറുകയുണ്ടായി. ഇപ്പോൾ രേഖകളെല്ലാം രജിസ്ട്രേഷൻ ഐ ജിയുടെ പക്കലാണ് ഉള്ളത്. കമ്പനിയിലെ അംഗങ്ങൾ ചോദിക്കുമ്പോൾ രേഖകൾ രജിസ്ട്രേഷൻ ഐ ജിയുടെ കൈവശമാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്നത്. SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും വെള്ളാപ്പള്ളി നടേശൻ പുറത്തായതോടെ വരുന്ന തെരഞ്ഞെടുപ്പിലും അത് പ്രതിഫലിക്കാനുള്ള സാധ്യത ഏറെയാണ്. സാധാരണ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മിക്ക രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ചേർത്തലയിലെത്തി വെള്ളാപ്പള്ളി നടേശനെ കണ്ട് അനുഗ്രഹം വാങ്ങിയിരുന്നു. വെള്ളാപ്പള്ളി നടേശൻ അങ്ങനെ എത്തുന്നവർക്ക് വേണ്ടി പിന്നീട് സംസാരിക്കുന്ന ഒരു പതിവും ഉണ്ടായിരുന്നു. ഇക്കുറി തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ അയോഗ്യനാക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കണിച്ചുകുളങ്ങരയിലെ വെള്ളാപ്പള്ളിയുടെ വസതിയിലേക്ക് എത്തുന്ന രാഷ്ട്രീയ സാമുദായിക നേതാക്കളുടെ നീണ്ട നിര ഇക്കുറി അപ്രത്യക്ഷമാകാനാണ് സാധ്യത. ഇത് സംബന്ധിച്ച് കൂടുതൽ പഠിച്ചു വരുന്നതേ ഉള്ളൂ എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. ഹൈക്കോടതിയുടെ ഈ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാനുള്ള സാധ്യത ഏറെയാണ്. എന്നാലും എത്രത്തോളം അത് പ്രായോഗികമാകും എന്നുള്ള കാര്യം സംശയമാണ്. കാരണം കമ്പനീസ് ആക്ട് പ്രകാരം പറയുന്ന രേഖകളും ഡയറക്ടർ ബോർഡ് അംഗങ്ങൾക്കുള്ള ഡിൻ നമ്പറുകളും ഒന്നും ഇല്ലാത്തതിൻ്റെ പേരിലാണ് നിലവിൽ ഹൈക്കോടതി വെള്ളാപ്പള്ളി നടേശനെ ചുമതലകളിൽ നിന്ന് നീക്കിയതും അയോഗ്യത കൽപ്പിച്ചിരിക്കുന്നതും. ഈ അയോഗ്യത കൽപ്പിച്ചിരിക്കുന്ന വിധി താൽക്കാലിക സ്റ്റേ വാങ്ങിയെടുക്കാം എന്നുള്ളതല്ലാതെ ഡിവിഷൻ ബെഞ്ചും ശരിവെക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. കേരള കമ്പനീസ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്നതുകൊണ്ട് ആ ആക്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് പരാതിക്കാർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ആ വാദം, ഹർജിക്കാരുടെ ആ വാദം ശരിവെച്ചുകൊണ്ടാണ് വെള്ളാപ്പള്ളിയെ ഇപ്പോൾ അയോഗ്യത കൽപ്പിച്ചിരിക്കുന്നത്. ഏറ്റവും വലിയ തിരിച്ചടി പിണറായി വിജയനും CPM-നുമാണ് ഇക്കാര്യത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. വെള്ളാപ്പള്ളി നടേശൻ പിണറായി വിജയൻ്റെ നാവ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. എന്താണോ പിണറായി വിജയന് പറയാനുള്ളത് അത് വെള്ളാപ്പള്ളിയിലൂടെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പിണറായി വിജയൻ ന്യൂനപക്ഷ സമുദായങ്ങൾക്കെതിരെ പരസ്യമായ നിലപാടെടുക്കാൻ സാധിക്കാത്തതിനാൽ അതിന് പകരം വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് പറയിക്കുകയായിരുന്നു എന്നുള്ള ആരോപണം ശക്തമാണ്. വെള്ളാപ്പള്ളിയുടെ ഒറ്റ ആരോപണങ്ങൾക്ക് പോലും എതിർത്തുള്ള ഒരു പ്രതികരണം പിണറായി വിജയത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. കടുത്ത വർഗീയ പരാമർശങ്ങളാണ് വെള്ളാപ്പള്ളി നടത്തിക്കൊണ്ടിരുന്നത്. തന്നെ ചോദ്യം ചെയ്ത മാധ്യമപ്രവർത്തകൻ്റെ വരെ ജാതി ചോദിച്ച് അദ്ദേഹത്തെ അപമാനിക്കുന്ന തരത്തിൽ പ്രതികരിച്ചയാളാണ് വെള്ളാപ്പള്ളി നടേശൻ. ഇത്രയൊക്കെ രൂക്ഷമായ പ്രതികരണവും വർഗീയ പരാമർശവും വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാഗത്തു നിന്നുണ്ടായെങ്കിലും അതിനൊന്നും യാതൊരുവിധ പ്രതികരണവും പിണറായിയുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. പാർട്ടി സെക്രട്ടറി അടക്കം വെള്ളാപ്പള്ളി നടേശനെ ന്യായീകരിക്കുന്നതാണ് പിന്നീട് നമുക്ക് കാണാൻ കഴിഞ്ഞത്. വെള്ളാപ്പള്ളി നടേശന് മാത്രമല്ല, BDJS-ന്റെ സംസ്ഥാന അധ്യക്ഷനായ തുഷാർ വെള്ളാപ്പള്ളിക്ക് അടക്കം അയോഗ്യത വന്നിരിക്കുകയാണ്. ഇത് BJP-യെയും ബാധിക്കാനുള്ള സാധ്യത ഏറെയാണ്. NDAയുടെ ഘടകകക്ഷിയായ BDJS-ന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള തുഷാർ വെള്ളാപ്പള്ളി യോഗത്തിൻ്റെ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. വരുന്ന തെരഞ്ഞെടുപ്പിന് ശേഷം SNDP യോഗം ജനറൽ സെക്രട്ടറി ആകാൻ തുഷാർ വെള്ളാപ്പള്ളി തയ്യാറെടുത്തിരിക്കുന്നതിനിടെയാണ് ഇപ്പോൾ സകലരെയും ഞെട്ടിച്ചുകൊണ്ട് ഹൈക്കോടതി വിധി വന്നിരിക്കുന്നത്. ഈ വിധി നേരത്തെ തന്നെ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതാണ് എന്നാണ് അഡ്വക്കേറ്റ് S ചന്ദ്രസേനൻ പ്രതികരിച്ചത്. ഇത് എന്നായിരുന്നു നമ്മളിപ്പോൾ ഈ വാർത്ത കണ്ടു കൊടുത്തിട്ട് എനിക്കൊന്നൊരു 8 വർഷമെങ്കിലും ആയിട്ടില്ലേ? അല്ല, അതിന് മുമ്പ് നമ്മൾ സെയിം കേസ് കൊടുത്ത് രജിസ്ട്രേഷൻ ആയി ഇതിനകത്തൊന്ന് തലയൂരിയൊക്കെ ചെയ്തിട്ടുണ്ട്. 2020 തുടങ്ങിയ ഫൈറ്റാണ്. 2020 അന്നാണ് ഈ രജിസ്ട്രേഷൻ ഐ ജി കൈ വഴി മാറി നിന്നത്. അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് 2019 കൊല്ലത്ത് കൊടുത്ത OS 77/2019 എന്ന് പറഞ്ഞ കേസാണ്. അവിടെ നിന്നാണ് വെള്ളാപ്പള്ളി നടേശന്റെ പതനം തുടങ്ങുന്നത്. ചേർച്ച് നമ്മൾ നിരന്തരമായി പുറകെ നിന്ന് നടത്തിയത് കൊണ്ട് മാത്രം, ഇല്ലെങ്കിൽ ബാക്കിയുള്ള പണ്ടൊക്കെ നടത്തുന്നവര് ഇടയ്ക്ക് വെച്ച് കളഞ്ഞിട്ട് പോകും. നമ്മൾ വളഞ്ഞിട്ട് പോകാതെ പുറകെ നിന്ന് നടത്തിയത് കൊണ്ടാണ് കേസ് ജയിച്ചത്. നമ്മുടെ ഈ സാനുമാഷ് കൊടുത്ത കേസ് ഇതിന്റെ ഒപ്പം പരിഗണിച്ചിട്ടുണ്ടായിരുന്നു. ഈ കേസിനൊപ്പം നമ്മളപ്പോ 2020 കൊടുത്ത കേസ് അന്ന് തീരുമാനമായതല്ലായിരുന്നു. അന്ന് തീരുമാനമായെങ്കിലും അത് IG രജിസ്ട്രേഷൻ തീരുമാനിക്കാൻ പറഞ്ഞ അവർ തീരുമാനിച്ചില്ല. അത് പിന്നെ അവർ തിരിച്ചയച്ചപ്പോഴാണ് ഹൈക്കോടതി വീണ്ടും നമ്മൾ കൊടുത്തു. ഇന്നിപ്പോ ആരുടെ ബെഞ്ചാ ഇതിട്ടിരിക്കുന്നത്? TR രവിയുടെ ബെഞ്ച്. അപ്പം ഡിൻ നമ്പർ ഇല്ലാത്ത ഡയറക്ടർ ബോർഡ് അംഗങ്ങളും എത്ര പേരാ മൊത്തം? 5 107 ഡയറക്ടർ ബോർഡ് 170 അംഗങ്ങളും അപ്പൊ ഈ ഇദ്ദേഹം ഇപ്പം ആക്ച്വലി അയോഗ്യനായ സ്ഥിതിക്ക് ഇനിയിപ്പോ എന്തായിരിക്കും ഈ SNDP ഗവൺമെന്റിന് മതിയായ മിനിമം ഡയറക്ടർമാരെ അപ്പോയിന്റ് ചെയ്ത് താൽക്കാലികമായി ഭരണം നടത്താൻ ഗവൺമെന്റിനെ ചുമതലപ്പെടുത്തി.
അപ്പൊ ഈ പറയുന്നവരെ തന്നെ ഇവര് വീണ്ടും വെക്കുമോ? ഗവൺമെന്റ് അത് വെക്കാൻ പറ്റത്തില്ല. അയോഗ്യരെ വെക്കാൻ പറ്റത്തില്ലല്ലോ. അയോഗ്യരായവരെ വെക്കാൻ പറ്റില്ല. അപ്പൊ നിലവിൽ ഇപ്പൊ ഇദ്ദേഹം ഈ അയോഗ്യനാകുന്നതോടെ പുള്ളി ഏതൊക്കെ സ്ഥാനങ്ങളിൽ നിന്ന് നീക്കം ചെയ്യപ്പെടും? SNDP യോഗത്തിന്റെ ഭാരവാഹിത്വത്തിൽ നിന്ന് നിലവിലുള്ളവരെല്ലാം നീക്കം ചെയ്യപ്പെട്ടു. ഇപ്പൊ മുതലല്ല. അപ്പൊ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, ദേവസ്വം സെക്രട്ടറി എല്ലാവരും പോയി. ബോർഡും എല്ലാം പോയി. അപ്പൊ ഇതിന്റെ സ്കൂൾ മാനേജർ പദവി ഇല്ലേ? ഈ SN ട്രസ്റ്റ് എല്ലാം സ്കൂളിന്റെ ട്രസ്റ്റിന്റെ ഉണ്ട്, യോഗത്തിന്റെ ഇല്ല. യോഗത്തിന്റേതായിട്ടുള്ള മുഴുവൻ പദവികളും പോയി. ഇനിയിപ്പോ സർക്കാർ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ രൂപീകരിക്കണം താൽക്കാലികമായിട്ട്. ഓക്കെ, പിന്നീട് തെരഞ്ഞെടുപ്പ് നടത്തണം. ഈ വിധി വരുന്നതിനുള്ള കാലതാമസം വരുത്താൻ സർക്കാർ സംവിധാനങ്ങൾ പിണറായി വിജയൻ ഒത്താശ ചെയ്യുന്നുവെന്ന് നേരത്തെ തന്നെ അദ്ദേഹം ആരോപണം ഉന്നയിച്ചിരുന്നു. എന്തായാലും കഴിഞ്ഞ 5 വർഷത്തോളമുള്ള നിരന്തരമായ നിയമ പോരാട്ടത്തിലൂടെയാണ് SNDP യോഗം ജനറൽ സെക്രട്ടറിയുടെ കസേരയിൽ നിന്നും വെള്ളാപ്പള്ളി നടേശന് നിലത്തിറങ്ങേണ്ടി വരുന്നത്. 1996 കാലഘട്ടത്തിലാണ് വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായി അധികാരമേൽക്കുന്നത്. അന്നു തൊട്ട് ഇന്നുവരെ സ്വയമായി തെരഞ്ഞെടുപ്പ് നടത്തി ഇതേ പോസ്റ്റിൽ തുടരുകയായിരുന്നു. ആനുപാതിക പ്രാതിനിധ്യം അനുസരിച്ചുള്ള വോട്ടവകാശമാണ് SNDPയിലുള്ളത്. എല്ലാ അംഗങ്ങൾക്കും വോട്ട് വേണം എന്നുള്ള നിരന്തരമായ ആവശ്യമാണ് അഡ്വക്കേറ്റ് S ചന്ദ്രസേനും കൂട്ടരുമെല്ലാം ഇത്രയും നാളും ഉന്നയിച്ചുകൊണ്ടിരുന്നത്. വെള്ളാപ്പള്ളി നടേശനെ യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കിയതോടെ ഇനി ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ മാറ്റി ഓരോ അംഗത്തിനും ഓരോ വോട്ട് എന്നുള്ള ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുവാൻ ഇദ്ദേഹത്തിൻ്റെ എതിരാളികൾക്ക് സാധിക്കും. ഇപ്പോൾ പന്ത് അഡ്വക്കേറ്റ് ചന്ദ്രസേൻ അടക്കമുള്ള SNDP സംരക്ഷണ സമിതിയുടെ കോർട്ടിലാണ്. ഇനി എന്താണ് സർക്കാർ ഇക്കാര്യത്തിൽ സ്വീകരിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് കാത്തിരുന്ന് കാണാനുള്ളത്. വെള്ളാപ്പള്ളി നടേശനെ ഒരിക്കലും കൈവിടാത്ത പിണറായി വിജയൻ്റെ നിലപാട് അറിയാനായിരിക്കും ഏവർക്കും താല്പര്യം.